നിങ്ങൾ ഞെട്ടുവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ ക്രാഫ്റ്റിൻ്റെ ഫൈനൽ ലുക്കിൽ ഞാൻ ഞെട്ടിപ്പോയിട്ടോ. പണ്ട് സ്കിന്നിൽ ഒട്ടിപ്പിടിച്ചാൽ ക്യാൻസർ വരുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടുള്ള ഒരു നൊസ്റ്റാൾജിക് ആയിട്ടാണ് ഇതിൻ്റെ മെയിൻ. അത് തന്നെ എക്ലയസിൻ്റെ പാക്കറ്റിൽ കിട്ടുന്ന ടാറ്റു സ്റ്റിക്കേഴ്സ്. അപ്പോൾ തുടങ്ങിയാലോ? ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഇതിൽ വരയ്ക്കാനുള്ളൂ കേട്ടോ. ബാക്കി ഫുൾ ഒട്ടിക്കൽ പരിപാടിയാണ്. സ്റ്റിക്കേഴ്സ് അറേഞ്ച് ഒന്നും ചെയ്തില്ല. റാൻഡമായിട്ട് കൈ കിട്ടിയത് എടുത്ത് ഇഷ്ടം പോലെ ഒട്ടിച്ചു. നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ കളേഴ്സ് നോക്കി അറേഞ്ച് ചെയ്തൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ഇമേജ് എന്താണെന്നും അതിൻ്റെ കളേഴ്സിന് ബെസ്റ്റായിട്ട് എവിടെ സ്യൂട്ടാവുമെന്ന് മാത്രമേ ആലോചിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് ദാറ്റ് ഇനഫ് ടു മേക്ക് ദിസ് കംപ്ലീറ്റ് ബ്യൂട്ടിഫുള്ളി. ഇടയ്ക്ക് ചിലതൊന്നും ഒട്ടുന്നേ ഇല്ലായിരുന്നു. ചിലതിൻ്റെ പിന്നിലെ പ്ലാസ്റ്റിക് റിമൂവ് ചെയ്യാൻ പോലും പറ്റുന്നില്ലായിരുന്നു. 1-2 വട്ടം പേപ്പർ തന്നെ ടിയറായി വന്നു കേട്ടോ. പക്ഷെ ഞാൻ വീണ്ടും പരിപാടി തുടർന്നു. ഒന്നാലോചിച്ചാൽ പലപ്പോഴും നമ്മുടെ ജീവിതം ഇതുപോലെയൊക്കെ തന്നെയല്ലേ. നമ്മൾ സ്നേഹത്തോടെ വളരെ കരുതലോടെ ചേർത്ത് വയ്ക്കുന്നവർ ഒരു പക്ഷേ നമ്മൾ മുറിവേൽപ്പിച്ചിട്ടായിരിക്കും കടന്നു പോവുക. പിന്നെ സാരമില്ല എന്നോർത്ത് വീണ്ടും സ്നേഹിക്കുക. ആ സ്നേഹം കൊണ്ട് തന്നെ ആ മുറിവുകളൊക്കെ സുഖപ്പെടും. എൻ്റെ അനുഭവം അങ്ങനെയാണ് കേട്ടോ. നിങ്ങളുടെ ഇത് കമൻ്റായിട്ട് പറയണേ. കുറച്ചധികം ക്ഷമ വേണ്ട പരിപാടിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ സമയവും വേണം. വീഡിയോയിൽ കാണുന്നത് വേഗത്തിലൊന്നും ഒട്ടിക്കാനാവില്ല. പിന്നെ പലതിനും പല കളർ കോംബോ ആയിരിക്കും. എങ്കിൽ നല്ല പോലെ എൻജോയ് ചെയ്ത് ചെയ്യാം. കുറേ അനിമി ക്യാരക്ടേഴ്സും അനിമൽസും ഒക്കെ മാറി മാറി വരുമ്പോൾ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളൊക്കെ വരും. അന്ന് ബുക്കിലും ബോക്സിലും നെയിം സ്ലിപ്പിൻ്റെ സൈഡിലും ഒക്കെ ഒട്ടിച്ച സ്പൈഡർമാനും സൂപ്പർമാനും ശക്തിമാനും ഒക്കെ മങ്ങാതെ തെളിഞ്ഞു വരും. പിന്നെ ആദ്യം കയ്യിൽ സ്റ്റിക്ക് ചെയ്തപ്പോൾ ഉണ്ടായ സന്തോഷവും അതിൻ്റെ പുറകെ കിട്ടിയ പൊട്ടിക്കലും കൂടെ ഓർത്തു പോവും. സത്യം പറഞ്ഞാൽ ഇപ്പം ഈ കാണുന്ന ക്യാരക്ടേഴ്സിനെ ഒന്നും എനിക്ക് പരിചയമേ ഇല്ല. പേര് പോലും അറിയില്ല. പിന്നെ ആനക്കുട്ടൻ, പൂച്ചക്കുട്ടി, പാമ്പൂസ് എന്നൊക്കെ ഓമന പേരിട്ട് അങ്ങ് ഒട്ടിച്ച് പോവന്നെ. അല്ല പിന്നെ കറുപ്പ് നിറം കിട്ടുമ്പോഴെല്ലാം അത് ഹെയറിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പരമാവധി ശ്രമിക്കുന്നത്. കുട പിടിച്ച കുട്ടൂസിനെയും സിംഹക്കുട്ടനെയും ഒക്കെ ചേർത്ത് ഒട്ടിക്കൽ തുടരുകയാണ്. നിങ്ങൾക്കിതൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ വൃത്തിയായിട്ട് ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബിഗിനർ സ്റ്റേജിലുള്ളത് കൊണ്ട് തന്നെ വലിയ എക്യുപ്മെൻറ്റ്സ് ഒന്നും നമ്മുടെ കയ്യിലില്ലേ. ഈ ഒരു സ്റ്റിക്കർ പറിച്ചെടുക്കാൻ തന്നെ ഞാൻ നന്നായി പാടുപെടുന്നുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ ലാഗ് ഇവിടെ വരും. പാതി അടർന്നതിനെയും നമ്മൾ തള്ളിക്കളയുന്നില്ല കേട്ടോ. എല്ലാവർക്കും തുല്യ അവസരം, അതാണ് ഇവിടുത്തെ പോളിസി. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യാൻ പാകത്തിനുള്ള സ്റ്റിക്കേഴ്സ് ഇപ്പോൾ തികയുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എങ്കിലും പരമാവധി ശ്രമിക്കാം എന്നൊരു മൂഡിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഇത്ര നേരത്തിനിടയിൽ നമുക്കൊരു ഹ്യൂമൻ ഫിഗർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആരാണാവോ? പിന്നെ കുറച്ച് നേരത്തേക്ക് ഒരു സ്നേക്ക് പാർക്ക് തുറന്ന പോലെയായിരുന്നു. തവള, പാമ്പ്, പാമ്പ്, തവള, പിന്നെയും പാമ്പ്. അയ്യോ! അങ്ങനെ ഭൂമിയുടെ അവകാശികളെല്ലാം ചേരുന്ന ചെറിയ വീടായി ഈ ചിത്രം റെഡിയായി വരിക കേട്ടോ. കഥ പറഞ്ഞിരുന്ന നേരം കൊണ്ട് ചിത്രം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. വിരിഞ്ഞു നിൽക്കുന്ന കുഞ്ഞു കൈകളുടെ ഭാഗം ഫില്ല് ചെയ്യാനായിട്ട് സ്റ്റിക്കറിൻ്റെ ചെറിയ പോർഷൻസ് മാത്രം തുറന്നു പിടിച്ച് അവിടെ മാത്രം പ്രസ് ചെയ്യുകയാണ് ചെയ്തത്. ഇതൊക്കെ കുറച്ച് കാലം മുന്നേ ഞാൻ ശേഖരിച്ച് വെച്ചതായതുകൊണ്ട് തന്നെ കുറച്ച് പഴകിപ്പോയി, കുറച്ച് കേടുവന്നും പോയി. അതുകൊണ്ട് തന്നെ ടോട്ടൽ എത്ര എണ്ണം ഉണ്ടെന്നോ എത്ര എണ്ണം കേടായിപ്പോയെന്നൊക്കെ ചുമ്മാ ഒരു കണക്കെടുത്ത് വെച്ചു, വെറുതെ അറിഞ്ഞിരിക്കാൻ. നമ്മുടെ ആ ഹ്യൂമൻ ഫിഗർ കീറിപ്പോന്നു കേട്ടോ. പോട്ടേന്ന് വെച്ച് വേറെ ഒട്ടിച്ച് സെറ്റാക്കി. സ്റ്റിക്കേഴ്സ് തീരും വരെ ചെറിയ ഗ്യാപ്പുകളെല്ലാം ഫിൽ ചെയ്യാനായിട്ട് ലെയറായിട്ട് ഒട്ടിച്ച് പോന്നു. ഇത് ഇപ്പം കാണുന്ന വേഗത്തിലാണ് ഞാൻ ശരിക്കും ഓരോന്നും ഒട്ടിച്ചത്. പക്ഷെ സമയം പോയതേ അറിഞ്ഞില്ല. ഓരോന്ന് കഴിയുമ്പോഴും ചിത്രം ഗ്രോ ചെയ്ത് വരുന്നതിൻ്റെ ഹാപ്പിനെസ് ഒരു വല്ലാത്ത ഹാപ്പിനെസ് തന്നെ അല്ലേ.
നിങ്ങൾക്ക് ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? കമൻറ്റ് ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ചെറിയ സ്ക്രാപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ ആരുടെ അടുത്തുനിന്നെങ്കിലും കളിയാക്കൽ കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും. പക്ഷെ ആ കളിയാക്കലൊന്നും നമ്മളെ തളർത്തില്ല. നമ്മൾ കിട്ടിയതൊക്കെ ശേഖരിച്ച് വയ്ക്കും, ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ ശ്രമിക്കും. നിങ്ങൾക്കിങ്ങനെ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടുള്ള സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് നോക്കി വയ്ക്കണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ക്രാഫ്റ്റ് ലവേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണേ. ടോട്ടൽ 43 സ്റ്റിക്കേഴ്സാണ് കേട്ടോ നമ്മളിതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റിക്കിംഗ് വർക്ക് കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു ഒരവസ്ഥ. നിറയെ ഗ്യാപ്പുകളും ഒരു വൃത്തിയില്ലായ്മയൊക്കെ തോന്നിയെങ്കിലും ടോട്ടാലിറ്റി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിനെങ്ങനെ ബെറ്റർ ആക്കാമെന്നുള്ളതായിരുന്നു അടുത്ത ചിന്ത. ഒത്തിരി വട്ടം കീറിയും മുറഞ്ഞും ആകെ ക്ഷീണിച്ച ഈ പേപ്പറിനെ വെട്ടി കുറച്ചുകൂടി കട്ടിയുള്ളൊരു കാർഡ്ബോർഡിലേക്കോ മറ്റോ പ്ലേസ് ചെയ്യണം. അങ്ങനെ കട്ടിങ് കഴിഞ്ഞ് ഒട്ടിക്കാൻ നേരം ഒരു ചെറിയ ആനിമേഷൻ പോലെ ഇതിങ്ങനെ മെല്ലെ പതിഞ്ഞ് വന്നു. പിന്നെ ഗ്യാപ്പെല്ലാം ബ്ലാക്ക് മാർക്കറിൽ ഫില്ല് ചെയ്തു. ബാക്ക്ഗ്രൗണ്ടിൽ നീലാകാശവും വരച്ചു ചേർത്തു. അഴിഞ്ഞു കിടക്കുന്ന മുടിയും വിരിഞ്ഞ കൈകളും നീണ്ട ഉടുപ്പുമെല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പുതിയ ക്രാഫ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോയും ക്രാഫ്റ്റും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ.